അങ്ങനെ ഇപ്പോൾ നീ പോകണ്ട. അവളോട് അങ്ങനെ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചിരുന്നവൻ ആ വണ്ടി ചെറുതായി ഒന്ന് അവളുടെ വണ്ടിയിലേക്ക് ചിരിച്ചു. വണ്ടിയും ദേവിയും കൂടി വീഴാൻ പോയതും ആ നിമിഷം തന്നെ ഒരു കൈ അവളുടെ വണ്ടിയുടെ ഹാൻഡിലായി പിടുത്തമിട്ട് വണ്ടി നേരെ വെച്ചു കൊടുത്തു. 3 പേരും ഒരേപോലെ ആളുടെ നേർക്ക് നോക്കി. ആളെ കണ്ടതും ദേവിയൊന്ന് ഞെട്ടി. അംബരീഷായിരുന്നു അത്. എന്താ? ബൈക്ക് ഓടിച്ചിരുന്നവർ അവനോടായി തിരക്കി. എന്താ ഒരു വഴിതടയലൊക്കെ? അംബരീഷ് തിരിച്ചു ചോദിച്ചു. താൻ പോയി തൻ്റെ കാര്യം നോക്ക്, ഇതിൽ ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഇടപെടേണ്ട കാര്യമാണോന്ന് ഞാനല്ലേ നോക്കേണ്ടത്? ഞങ്ങൾ പരിചയക്കാരാ, കണ്ടപ്പോൾ സംസാരിച്ചു, അത്രയുള്ളൂ. താൻ പോകാൻ നോക്ക്. വണ്ടി ഓടിച്ചിരുന്നവൻ നല്ല ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ഓ, നിങ്ങൾ പരിചയക്കാരായിരുന്നു? അതെനിക്കറിയില്ലായിരുന്നു. ആരാ ദേവി ഇവന്മാര്? അല്പം പരിഹാസം കലർത്തിക്കൊണ്ട് ദേവിയോടായി അമ്പി ചോദിച്ചു. എനിക്കറിയില്ല. പെട്ടെന്ന് വണ്ടിയുമായി മുന്നിൽ വന്ന് എന്നെ തടഞ്ഞു. അവർ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതിയെന്നും പറഞ്ഞു. ഓ, അങ്ങനെയാണോ കാര്യങ്ങൾ? എന്നാലൊരു കാര്യം ചെയ്യേ, ദേവി പോയിക്കോ. ഇവന്മാർ പറയുന്നത് ഞാൻ കേട്ടോളാം. എന്നിട്ട് സൗകര്യം പോലെ ദേവിക്ക് പറഞ്ഞു തരാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അടുത്ത പോലീസ് സ്റ്റേഷൻ വരെ പോകാം. കാര്യങ്ങൾ നിങ്ങൾ അവരോട് പറ, അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നോളും. എന്താ, അതുപോരെ? അവന്മാരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അമ്പി ചോദിച്ചു. അത് ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ പോയേക്കാം. അവരൊന്ന് ഭയന്നതുപോലെ പെട്ടെന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഇനി മേലാൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല, കേട്ടല്ലോ? അവർ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ വണ്ടിയുമായി പാഞ്ഞു. താൻ പേടിച്ചോ? അവര് വണ്ടിയുമായി പോകുന്നത് കണ്ട് ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ച ദേവിയെ നോക്കി അമ്പി ചോദിച്ചു. ചെറുതായിട്ട്. എന്തിന്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളൊക്കെ ആകുമ്പോൾ ഇതുപോലെയൊക്കെ ആണുങ്ങൾ വന്ന് വണ്ടിയൊക്കെ തടയും. അത് സ്വാഭാവികമായ ഒരു കാര്യമല്ലേ? ആദ്യമായിട്ടാ എനിക്ക് ഇങ്ങനെയൊരു അനുഭവം. കോളേജിൽ ചേർന്നതല്ലേ ഉള്ളൂ, ഇനി അതൊക്കെ ശീലമായിക്കോളും. ഒരാക്കലോടെ അമ്പി അത് പറഞ്ഞപ്പോൾ ദേവിയും ചിരിച്ചു പോയി. ഒറ്റയ്ക്ക് പോകാൻ പേടിയുണ്ടോ? വേണമെങ്കിൽ വണ്ടി ഇവിടെ വെച്ചോ, ഞാൻ കൊണ്ടുപോയി ആക്കിത്തരാം. എന്നിട്ട് തൻ്റെ ഏട്ടനോട് വണ്ടിയെടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതിയല്ലോ. വേണ്ട, സാരല്ല. ഈ റോഡിൻ്റെ വളവ് കഴിഞ്ഞാൽ വീടായി. ഞാൻ തനിയെ പൊക്കോളാം. അല്ല, ചേട്ടൻ പോയില്ലായിരുന്നോ? പോകാൻ ഇറങ്ങിയതാ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാ വന്നത്. അവനെന്തോ കാര്യമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു പ്രശ്നമൊക്കെ നടക്കുന്നത് കണ്ടത്. തന്നെ കണ്ടതുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നതാ. അതെന്തായാലും നന്നായല്ലോ. താങ്ക്സ്. എന്തിന്? പരിചയമുള്ള ഒരാൾ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഒന്ന് സഹായിച്ചു, അത്രയുള്ളൂ. എന്തായാലും ഇനിയും കാണാമെന്ന് പറഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് തന്നെ കാണുമെന്ന് ഞാൻ കരുതിയില്ല. പിന്നെ എനിക്കൊരു പേരുണ്ട്, വിരോധമില്ലെങ്കിൽ അമ്പിയേട്ട എന്ന് വിളിക്കാം, കേട്ടോ? അമ്പി അങ്ങനെ പറഞ്ഞപ്പോൾ ദേവി നാണത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ശരി, ഇരുട്ടി തുടങ്ങി, താൻ പോയിക്കോ. ബൈ ബൈ. അമ്പി ഒന്ന് നടന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദേവി വണ്ടിയുമായി പോയി. അമ്പി കുറച്ചകലെയായി പാർക്ക് ചെയ്തിരുന്ന തൻ്റെ കാറിൽ കയറിയിരുന്നു. വണ്ടി എടുത്തോ? ഡ്രൈവിംഗ് സീറ്റിലായിരിക്കുന്ന രാഹുലിനോടായി അവൻ പറഞ്ഞു. എന്താടാ ഇതിൻ്റെയൊക്കെ അർത്ഥം? എന്തിൻ്റെയൊക്കെ? പിൻസീറ്റിലായിരിക്കുന്ന അനിരുദ്ധ് ചോദിച്ചപ്പോൾ ഒരു കളിയാക്കലോട് കൂടി അമ്പി തിരിച്ചു ചോദിച്ചു. എടാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നീ. എനിക്ക് ദേഷ്യമൊന്ന് തുടങ്ങിയിരുന്നു. അപ്പോൾ നീ ഓടിച്ചു വിട്ട ആ ബൈക്കിൽ പോയവരോട് കുറച്ചു നേരം മുൻപ് നീ തമാശയൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് ഞങ്ങൾ കണ്ടതാ. എന്തോ കാശ് കൊടുക്കുന്നുണ്ടായിരുന്നു നീ അവർക്ക്. അതെന്തിനാന്നോ? എന്നിട്ട് നീ തന്നെ ഇപ്പോൾ അവിടെ പോയി അവരെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. എന്തൊക്കെയാണിത്? ആരാണ് ആ പെൺകുട്ടി? ചോദ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഒന്നൊന്നായിട്ട് ഉത്തരം തരാൻ ഞാൻ. നീ പറഞ്ഞത് ശരിയാ, ഞാൻ അവന്മാർക്ക് കാശ് കൊടുത്തിരുന്നു. ആ പെൺകുട്ടിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അവന്മാർക്ക് കാശ് കൊടുത്തത്. എന്തിന്? രാഹുൽ സംശയത്തോടെ ചോദിച്ചു. എനിക്ക് ആ പെൺകൊച്ചിനെ ഒന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണമായിരുന്നു, അതിനു വേണ്ടി. ആരാ ആ പെൺകൊച്ച്? ദേവിക മേനോൻ, ഹരിദാസ് മേനോൻ്റെയും രാധിക മേനോൻ്റെയും മകൾ. നീ എന്തിനാ ആ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യുന്നത്? ആ പെൺകുട്ടിയെ ഞാനങ്ങ് കെട്ടാൻ പോകുകയാണ്, അതിനു വേണ്ടി. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പോൾ കാർത്തികയോ? അവളും എൻ്റെ കല്യാണവും തമ്മിൽ എന്താ ബന്ധം? കാർത്തിക നിന്റെ മുറപ്പെണ്ണല്ലേ? അതിന് നീ അവളുമായി ഇഷ്ടത്തിലായിരുന്നില്ലേ? സ്നേഹിച്ച് കൊണ്ടു നടന്ന പെണ്ണുങ്ങളെയൊക്കെ കെട്ടാനായിരുന്നുവെങ്കിൽ ഇന്നേരം എനിക്ക് 3 or 4 ഭാര്യമാരുണ്ടായിരുന്നേനെ.
ചിരിച്ചുകൊണ്ട് അമ്പി പറഞ്ഞു. എനിക്ക് കാർത്തികയെ ഇഷ്ടമായിരുന്നു. കാണാൻ കൊള്ളാവുന്ന നല്ലൊരു പെണ്ണ്. അതുകൊണ്ട് ഞാൻ അവളെ പ്രേമിച്ചു. അവളെന്നെ തിരിച്ചും പ്രേമിച്ചു. പക്ഷേ എന്ന് കരുതി അവളെ പോലെ ഒരു പ്രാരാബ്ധക്കാരിയെ കെട്ടാനൊക്കുമോ? അത് മാത്രമാണോ? അവൾക്ക് 100 കണ്ടീഷൻസ് ഉണ്ട്. തൊടാൻ പാടില്ല, എല്ലാവരും ഉള്ളപ്പോൾ മിണ്ടാൻ പാടില്ല, കിസ് ചെയ്യാൻ പാടില്ല. ഓ അഹങ്കാരി! അവള് നിന്റെ മുറപ്പെണ്ണായതുകൊണ്ട് ഞാൻ കരുതി നീ അവളെ തന്നെ കെട്ടുമെന്ന്. പിന്നെ അവളെ കെട്ടുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ചെന്നാൽ മതി അച്ഛൻ്റെ അടുത്തേക്ക്. നിങ്ങൾക്കറിയോ, അമ്മയുടെ ആങ്ങളയുടെ മകളാണ് എന്നല്ലാതെ എന്നെ കിട്ടാനുള്ള ഒരു യോഗ്യതയും അവൾക്കില്ല. സ്വത്ത് കൊണ്ടോ പണം കൊണ്ടോ ഒന്നും ഞങ്ങളുടെ അടുത്ത് പോലും അവരെത്തില്ല. അല്ല, അപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യത്തിലും കുറച്ചുനാൾ കഴിയുമ്പോൾ ഇതുതന്നെയായിരിക്കുമോ നിന്റെ മറുപടി? ഇല്ലടാ, ഇതങ്ങനെയല്ല. ഈ കല്യാണം നടക്കും. നിങ്ങൾക്കറിയോ ഞാൻ എന്തിനാ ഇവളെ കെട്ടുന്നതെന്ന്? എൻ്റെ നീക്ക് വേണ്ടിയിട്ടാ. നീയക്കോ? രാഹുലും അനിയും ഒരുമിച്ച് ചോദിച്ചു. അതെ, നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ ദേവികയ്ക്ക് ഒരു ചേട്ടനുണ്ട്, ദർശൻ. നീയ്ക്ക് ദർശനെ ഒരുപാട് ഇഷ്ടമാണ്. നീയ പഠിച്ച കോളേജിൽ തന്നെയാണ് ദർശനം പഠിച്ചത്. അവിടെ വെച്ച് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതാ. ഒരിക്കൽ അവൾ പോയി അവനെ പ്രപ്പോസ് ചെയ്തിരുന്നു. പക്ഷേ അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്. ഒരിക്കലും അവൾ അവനെ മറക്കാൻ പറ്റില്ല എന്നുള്ള വാശിയിലാണ് അവൾ. അതിന് നീ ഈ പെൺകുട്ടിയുടെ പിറകെ നടന്നിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. ദർശൻ്റെ പെങ്ങളെ ഞാൻ കെട്ടുമ്പോൾ എൻ്റെ പെങ്ങളെ ദർശനം കെട്ടാമല്ലോ. ഇതൊക്കെ വല്ലതും നടക്കുവാടാ? നടക്കും. നിയയുടെ മനസ്സിൽ പല പ്ലാനിങ്ങുകളുമുണ്ട്. സമയമാകുമ്പോൾ അവളെല്ലാം പറയും നമ്മളോട്. എല്ലാത്തിനും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം, ഉണ്ടാവില്ലേ? അവൻ അനിയെയും രാഹുലിനെയും നോക്കി. പിന്നെ ഇല്ലാതെ, എല്ലാത്തിനും ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ. 3 പേരും ഒരുപോലെ ചിരിച്ചു. ഇതൊന്നും അറിയാതെ വീട്ടിലെത്തിയ ദേവി ആലോചനയിലായിരുന്നു. അന്നേരം അവളുടെ മനസ്സ് നിറയെ അമ്പിയായിരുന്നു. ആദ്യ കാഴ്ച തൊട്ട് അവൻ അവളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നിലേക്കൊരു ആകർഷണം ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് അത് പറയുന്നതായിരിക്കും ശരി. അമ്പി, നീ എന്താ ഇന്നലെ ഓഫീസിലേക്ക് വരാതിരുന്നത്? അതച്ചാ, ഞാൻ ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ചയോളമായി നീ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിൽ നിന്ന് ഇടയ്ക്ക് പോകുന്നുണ്ട്. എന്താ നിനക്ക് വേറെ കാര്യം? ഞാൻ പറയാം അച്ഛാ. രാമചന്ദ്രൻ്റെ ഫിനാൻസ് കമ്പനിയിൽ വെച്ച് സംസാരിക്കുകയായിരുന്നു അയാളും അമ്പിയും. കുറച്ച് ദിവസങ്ങളായി അമ്പി ഓഫീസിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അതിൻ്റെ കാര്യമാണ് അയാൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നീയ അവിടേക്ക് കയറി വന്നത്. അമ്പിയേട്ടൻ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ അച്ഛനോട് പറയാം. അതിനു മുൻപ് എനിക്കും ഒരു കാര്യം അച്ഛനോട് ചോദിക്കാനുണ്ട്. ഓ, അപ്പോൾ രണ്ടും കൂടെ ഒത്തുള്ള ഏർപ്പാടാണല്ലേ? ആട്ടെ, എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു. അയാളെ അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് അച്ഛൻ എന്ത് തീരുമാനമെടുത്തു ആ കാര്യത്തിൽ? അത് മോളെ, അങ്ങനെയല്ല. അച്ഛൻ നേരിട്ട് അന്വേഷിച്ചില്ല എന്നേ ഉള്ളൂ. അവരെ അറിയാവുന്ന 1-2 പേരോട് അച്ഛൻ സംസാരിച്ചിരുന്നു. മോളുടെ അതേ പ്രായമല്ലേ ആ പയ്യന്? അപ്പോൾ മോൾക്കറിയാലോ, വിവാഹപ്രായമാവുന്നതേയുള്ളൂ. 24 വയസ്സെന്നൊക്കെ പറയുമ്പോൾ. പിന്നെ അതുമാത്രമല്ല, അവനൊരു പെങ്ങളുണ്ട്. ആ കൊച്ചിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് അവൻ ആലോചിക്കുകയുള്ളൂ എന്നൊക്കെയാ അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് പിന്നെ നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ? 1-2 വർഷം കൂടി കഴിയട്ടെ. അച്ഛൻ അവരെ കണ്ട് നേരിട്ട് സംസാരിക്കാം. ആ പയ്യൻ ബിസിനസ്സിലേക്ക് കയറിയിട്ട് തന്നെ ഇപ്പോൾ 2 വർഷമാകുന്നതേയുള്ളൂ. അതിലൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ. ഇനിയിപ്പോൾ അച്ഛൻ പോയി ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അതിനുള്ള വഴികളൊക്കെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടെത്തിയെന്നോ? അമ്പി പറഞ്ഞത് മനസ്സിലാവാതെ രാമചന്ദ്രൻ ചോദിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ കുമാറിനെ അച്ഛന് ഓർമ്മയുണ്ടോ? ആ പോലീസുകാരൻ്റെ മോനല്ലേ? അവനിപ്പോൾ പോലീസൊക്കെ ആണെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, അവൻ തന്നെ. കഴിഞ്ഞ മാസം അവൻ്റെ മൂത്ത പെങ്ങളുടെ വിവാഹമായിരുന്നു. അതിൻ്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ നോക്കുന്ന സമയത്താണ് ഇവള് ദർശൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരു കുട്ടിയെ എനിക്ക് കാണിച്ചു തന്നത്. അച്ഛൻ ചോദിച്ചില്ലേ 2 ആഴ്ചയായിട്ട് ഞാൻ എവിടേക്കാ മുങ്ങുന്നതെന്ന്? കഴിഞ്ഞ 2 ആഴ്ചയായി ഞാൻ ആ കുട്ടിയുടെ പുറകെയായിരുന്നു. അവൾ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, ആരൊക്കെയായിട്ട് പരിചയമുണ്ട്, അതെല്ലാം അന്വേഷിക്കുകയായിരുന്നു ഞാൻ. എന്തിന്? കോടീശ്വരനായ ഹരിദാസ് മേനോന്റെ മകൾ അമ്പിയേട്ടൻ്റെ ഭാര്യയാകുന്നതിൽ അച്ഛന് വിരോധമുണ്ടോ? നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിയിച്ച് പറ കാര്യങ്ങൾ. ഇവളുടെ മനസ്സിൽ വന്ന ഒരു പ്ലാനാ. കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി. ദർശന അവൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ജീവനാണ്.
അവൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി അവൻ ആരെ വേണമെങ്കിലും കെട്ടാൻ തയ്യാറാകും. അതിന് ആ കൊച്ചെങ്ങനെ പറയാനാ? അവൾക്ക് അറിയാൻ പറ്റില്ലേ ഇവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇഷ്ടമല്ലെന്ന് തിരിച്ചു പറഞ്ഞതൊക്കെ? പിന്നെ ആ കൊച്ചങ്ങനെ പറയും. ഏട്ടൻ പറയിപ്പിക്കും ആ കൊച്ചിനെ കൊണ്ട്. ഇവനോ? രാമചന്ദ്രൻ വിശ്വാസം വരാതെ ചോദിച്ചു. അതെ, അമ്പിയേട്ടൻ ആ പെണ്ണിനെ പ്രേമിക്കും. അതിന് ആ കൊച്ചിന് ഇവനോട് ഇഷ്ടം തോന്നണ്ടേ? അതൊക്കെ വൈകാതെ തോന്നിക്കോളും അച്ഛാ. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവൾക്ക് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതിനുള്ള പണിയൊക്കെ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ചിരിയോടുകൂടി അമ്പി അത് പറഞ്ഞപ്പോൾ രാമചന്ദ്രന് ഉറപ്പായി ആ പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാനുള്ള എന്തൊക്കെയോ പണി അവൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. അവരുടെ വീട്ടിൽ പോയി ഇവന് വേണ്ടി ആ പെൺകുച്ചിനെ കല്യാണം ആലോചിക്കാം. അത് കഴിഞ്ഞ് ഇവരുടെ കല്യാണമൊക്കെ കഴിയുമ്പോൾ സാവകാശം ദർശൻ്റെ കാര്യം ഞാൻ പറയാം. എന്താ, അത് മതിയോ? എൻ്റെ അച്ഛ, മണ്ടത്തരം പറയാതെ. ഇപ്പോൾ അച്ഛൻ പോയി കല്യാണം ആലോചിച്ചാൽ ആ കൊച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരാ ആലോചന വേണ്ടെന്ന് വെക്കും. ഇനി അഥവാ അവർ തയ്യാറാവുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്നെ കണ്ടാൽ പിന്നെ അവർ ഈ ആലോചനയുമായി മുന്നോട്ട് പോകില്ല. അതിപ്പോൾ കുറച്ച് കഴിഞ്ഞാലും അങ്ങനെ തന്നെയല്ലേ മോളെ ഉണ്ടാവാൻ പോകുന്നത്? അല്ല, ആ കൊച്ചി ഏട്ടനെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഏട്ടനില്ലാതെ അവൾക്ക് ജീവിക്കാനാവില്ലെന്നായാൽ പിന്നെ ഞാൻ ഏട്ടൻ്റെ അനിയത്തിയാണെന്ന് അറിഞ്ഞാലും അവർ വേണ്ടെന്ന് വെക്കില്ല. ആ കൊച്ചിനെ കൊണ്ട് തന്നെ നമ്മൾ എൻ്റെ കാര്യവും സംസാരിപ്പിക്കും. അതിനൊരു വഴിയും ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പറയാം. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അഭിനയ അവരെ നോക്കി. എന്തൊക്കെ വന്നാലും ദർശനെ ഞാൻ നേടിയെടുക്കും. അവൻ എൻ്റേതാ, എൻ്റേത് മാത്രം. അല്ല മോളെ, അവൻ നിന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞത് അവർക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ആ കൊച്ചു പറയോ? അത് മോൾക്ക് ഉറപ്പാണോ? ഇനി ദേവിക അത് പറഞ്ഞില്ലെങ്കിലും ദേവികയ്ക്ക് വേണ്ടി ദർശൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകും. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം ഏട്ടൻ ആ കൊച്ചിനെ ഒന്ന് പ്രേമിച്ച് വളച്ചെടുക്കട്ടെ. ഏട്ടനില്ലെങ്കിൽ അവളില്ല എന്നൊരവസ്ഥയിലെത്തണം. എന്നാലേ ഞാൻ വിചാരിച്ചതൊക്കെ നടക്കൂ. മോൾ എന്തൊക്കെയോ വിചാരിക്കുന്നത് എന്ന് അച്ഛൻ അറിയില്ല. പക്ഷേ എന്താണെങ്കിലും മോളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ മക്കളിൽ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ടത് മോളാണ്. ഇവനും മാമിയും സങ്കടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മോള് വിഷമിക്കുമ്പോഴാണ് അച്ഛന് വിഷമം. കിട്ടില്ലെന്ന് കരുതി എനിക്ക് കിട്ടിയ നിധിയാണ് നീ. നിന്റെ ജനനത്തോടുകൂടിയാ അച്ഛൻ ഈ നിലയ്ക്ക് എത്തിയത് തന്നെ. അമ്പി, നീ ഉണ്ടാവണം മോൾക്കൊപ്പം എന്തിനും. ആമി, അവൾക്ക് കൂറ് അവളുടെ അമ്മ വീട്ടുകാരോടാ. എല്ലാ കുടുംബത്തിലും കാണുമല്ലോ തല തിരിഞ്ഞ ഒന്ന്. അങ്ങനെ കൂട്ടിയാൽ മതി. അഭിനയയെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച് രാമചന്ദ്രൻ അവിടുന്ന് പോയി. ഷേ, എന്നാലും നിനക്ക് അവരെ ഇതിനു മുൻപ് കണ്ട് ഒരു പരിചയവുമില്ലേ ദേവി? നിത്യയോട് ദേവി തലേദിവസത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷേ അവരെന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്നാലും കറക്റ്റ് സമയം നോക്കി ഞാനില്ലാതെ പോയല്ലോ എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. പിന്നെ നീ ഉണ്ടായിട്ട് വേണം എൻ്റെ കൂടെ പേടിച്ച് വിറച്ച് നിൽക്കാൻ. കറക്റ്റ് ടൈമിൽ നിന്റെ നിധിച്ചേട്ടൻ്റെ ഫ്രണ്ട് വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിധിയേട്ടൻ്റെ ഫ്രണ്ടോ? അതാരാ? കഴിഞ്ഞ ദിവസം നിന്റെ ഏട്ടൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ആര്? അമ്പിയേട്ടനോ? ആളെങ്ങനെ അവിടെ എത്തി? ആളും ലൈബ്രറിയിൽ വന്നതാ. എന്തായാലും ആൾ ആ സമയത്ത് വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇനി വേറെ ആരെങ്കിലും കണ്ട് ദർശേട്ടനും അച്ഛനുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലും വലിയ പ്രശ്നമായി മാറും. അതുമാത്രമല്ല, അവിടെ വെച്ച് കണ്ടതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ നിന്റെ വാക്കും കേട്ട് ഞാനും ഒരു നല്ല മനുഷ്യനെ തെറ്റിദ്ധരിച്ചേനെ. എന്ത് തെറ്റിദ്ധരിക്കാൻ? നീ എന്തൊക്കെയായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലായില്ല. എടി, ആ ചേട്ടൻ പറഞ്ഞില്ലേ എന്നെ എവിടെയോ വെച്ച് കണ്ട് നല്ല പരിചയമുണ്ട് എന്ന്. അത് ആ ചേട്ടനും ഞാൻ പോകുന്ന ലൈബ്രറിയിൽ തന്നെയാ പോകുന്നത്. അങ്ങനെയാവും പരിചയം. ഏത്? നമ്മുടെ ഈ ലൈബ്രറിയിലോ? അത് ആ ചേട്ടൻ്റെ വീട് കുറച്ച് ദൂരെയല്ലേ? പിന്നെന്തിനാ ഇവിടുത്തെ ലൈബ്രറിയിൽ വരുന്നത്? ആൾക്ക് ചിലപ്പോൾ ഈ ലൈബ്രറി ആയിരിക്കും ഇഷ്ടം. എവിടെയായാലും ബുക്ക് വായിച്ചാൽ പോരെ? എടി, ചില സ്ഥലത്തിരുന്ന് വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീൽ ആയിരിക്കും. അതറിയണമെങ്കിലേ എൻ്റെ കൂടെ ലൈബ്രറിയിൽ വരുമ്പോൾ അവിടുത്തെ ചെക്കന്മാരെ നോക്കുന്നതിന് പകരം വല്ലപ്പോഴുമെങ്കിലുമൊക്കെ ബുക്കുകളിലേക്ക് കൂടി നോക്കണം. എന്തിന്? നിത്യ ഒരു ലോഡ് പുച്ഛമങ്ങ് വാരി വിതറി. എന്തായാലും നിധിയേട്ടനോടൊന്ന് സൂചിപ്പിച്ചേക്കാം. അങ്ങനെ രണ്ടാൾക്കാരുണ്ടെങ്കിൽ ഇനി അവന്മാര് വരരുതല്ലോ നമ്മുടെ പുറകെ. അതൊന്നും വേണ്ട.
ആ ചേട്ടൻ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ട് അവരോട്. ഇനി അവർ വരില്ല. ഉറപ്പാണോ? ആ ശരി, അതൊക്കെ പോട്ടെ. ആ ചേട്ടനെ പറ്റി പറയുമ്പോൾ മോളുടെ മുഖത്തെന്താ ഒരു ഭാവമാറ്റം? എന്ത് എന്ത് ഭാവമാറ്റം? ദേവിയുടെ മുഖം ആകെയൊന്ന് ചുവന്നു. ആ ഇതുതന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. മുഖം ആകെ ചുവന്നു തുടുത്തല്ലോ പെണ്ണെ. പോടി. അവളുടെ മുഖം നിത്യയിൽ നിന്ന് മറച്ചു പിടിക്കാനായി അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. നിത്യയും ഒരു ചിരിയോടെ അവൾക്ക് പുറകെ പോന്നു. പിന്നീടും പലതവണ ദേവി അമ്പിയെ പല സ്ഥലത്തും വെച്ച് കണ്ടു. അപ്പോഴെല്ലാം ഒരു പുഞ്ചിരി, ഒന്നോ രണ്ടോ വാക്കിൽ സംസാരം. അത്രയും മാന്യമായും ശ്രദ്ധിച്ചുമാണ് അവൻ അവളോട് ഇടപെട്ടിരുന്നത്. എന്നാൽ ഓരോ കാഴ്ചയിലും ദേവിയുടെ മനസ്സിൽ അമ്പി കൂടുതൽ കൂടുതൽ സ്ഥാനം പിടിച്ചു. അവൾ പോലും അറിയാതെ അവളുടെ ഉള്ളിൽ അമ്പിയോടുള്ള പ്രണയം മുട്ടിട്ടിരുന്നു. ഒരു ശനിയാഴ്ച പാർലറിൽ പോയി വരുന്ന വഴി ലൈബ്രറിയിൽ കയറിയതായിരുന്നു ദേവി. അവിടെ വെച്ച് അവൾ അമ്പിയെ കണ്ടു. വായനയിലായതുകൊണ്ട് അമ്പി അവളെ ശ്രദ്ധിച്ചില്ല. കണ്ടതായി ഭാവിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി.